ഖുർആൻ ക്ലാസ്സിൽ ഇന്ന് പുതിയ അധ്യായമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. 52-ാമത്തെ സൂറത്ത് തൂർ ആണ് ഇന്നെടുക്കുന്നത്. 49 വാക്യങ്ങളുള്ള ഒരു ചെറിയ അധ്യായമാണ് സൂറത്ത് തൂർ. ഇത് നമ്മൾ ഖുർആൻ ക്ലാസ് തുടങ്ങുന്ന കാലത്ത് ആദ്യം ചർച്ച ചെയ്തിരുന്ന മക്കയിലെ ചെറിയ ചെറിയ സൂറത്തുകളെ പോലെ തന്നെയുള്ള ഒരു പടുപാട്ടാണ്. മുഹമ്മദിന് ആദ്യകാലത്ത് മക്കയിലിങ്ങനെ പടുപാട്ട് പാടുക എന്നതായിരുന്നു പരിപാടി. ആ പടുപാട്ടുകൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്, അതിലുള്ള കോമഡികളൊക്കെ ചർച്ച ചെയ്തതാണ്. ഇവിടെ അവതരിച്ചത് ആദ്യകാലത്തല്ല, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ച സമയത്ത് അതുവരെ മക്കക്കാരോട് പറഞ്ഞുകൊണ്ടിരുന്ന ചീത്ത എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വീണ്ടും ഒരു ഭരണിപ്പാട്ട് നിലവാരത്തിലുള്ള ഒരു ശകാരം, മക്കക്കാരെ ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്തിൻ്റെ പ്രത്യേകത ആദ്യകാലത്ത് അവതരിപ്പിച്ച മുഹമ്മദിൻ്റെ പടുപാട്ടുകൾ പോലെ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ കുറേ പ്രാസം ഒപ്പിച്ചുകൊണ്ട് കുറേ വാക്കുകൾ പെറുക്കി കൂട്ടിക്കൊണ്ടെന്ന് അള്ളാഹു സത്യം ചെയ്യുന്ന കോമഡി തന്നെയാണ് ഇവിടെയും കാണുന്നത്. ആദ്യകാലത്തൊക്കെയുള്ള സൂറത്തുകൾക്കുണ്ടായിരുന്ന അതേ പ്രത്യേകത ഇവിടെയും കാണാം. അപ്പോൾ കുറേ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ ഒരു പ്രാസമൊക്കെ ഒപ്പിച്ചൊരു പാട്ട് ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ താൻ എന്തോ വലിയ സംഭവമാണ് എന്നും താനൊരു കവിയാണ് എന്നൊക്കെ നാട്ടുകാർക്ക് തോന്നും. അങ്ങനെ ഒരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് വളരെ തന്ത്രപൂർവ്വം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു എളുപ്പവഴിയുണ്ട്. ആ എളുപ്പവഴിയാണ് ഈ അള്ളാഹിൻ്റെ സത്യം ചെയ്യൽ. അള്ളാഹു മറ്റുള്ള സാധനങ്ങൾ പെറുക്കിക്കൊണ്ടെന്ന് സത്യം ചെയ്യുന്ന ഏർപ്പാട്. അങ്ങനെ സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന് വാക്കുകൾ പെറുക്കിയെടുക്കുമ്പോൾ പ്രാസം ഒപ്പിക്കാൻ വളരെ സൗകര്യമാണ്. തൊപ്പിയാണ്, കുപ്പിയാണ്, ചിപ്പിയാണ്, അപ്പിയാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈ പെറുക്കിക്കൊണ്ടിരുന്ന സാധനങ്ങൾ എന്തോ എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല. ആ സാധനങ്ങളുടെ ഭാഷാപരമായിട്ടുള്ള പ്രാസമാണ് അതിൽ പ്രശ്നം. ഇവിടെ അതുപോലെ പ്രാസം ഒപ്പിച്ചുകൊണ്ടുള്ള കുറേ സാധനങ്ങൾ പെറുക്കി കൂട്ടിയിട്ട് അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്തിട്ട് പറയുകയാണ്. സത്യം ചെയ്തിട്ട് പറയുന്നത് പിന്നെ മക്കക്കാരെ ഭീഷണിപ്പെടുത്താനുള്ള കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് ഈ സൂറത്ത് വായിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം പറയാം. വത്തൂരി വൽ കിതാബി മസ്തൂരി ഫി റക്കിം മൻഷൂരി വൽ ബൈത്തിൽ മഅ്മൂരി വസ്സഖ്ഫിൽ മർഫൂഇ വൽ ബഹ്റിൽ മസ്ജൂരി. ഇതാണ് തുടക്കത്തിലുള്ള സത്യം ചെയ്യൽ. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം അള്ളാഹു ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാണ് സത്യം, ഇതാണ് സത്യം, അതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? വത്തൂരി, തൂർ എന്ന് പറഞ്ഞാൽ മൗണ്ടൻ അല്ലെങ്കിൽ പർവ്വതം എന്നാണ് അർത്ഥം. വത്തൂർ എന്ന് പറയുമ്പോൾ ദി മൗണ്ടൻ എന്നർത്ഥം വരും. അപ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ പർവ്വതത്തെയാണ് പറയുന്നത് എന്ന് വ്യാഖ്യാതാക്കൾക്ക് ഉരുളാൻ പറ്റും. അങ്ങനെ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത് ഇത് മൂസാ നബിക്ക് തൗറാത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഇറങ്ങി വന്ന ആ മലയുണ്ടല്ലോ, പണ്ട് ഞങ്ങൾ പോയപ്പോൾ കണ്ട ആ ഇടിഞ്ഞ മല, ആ മലയാണ് തൂർ എന്നാണ് പറയുന്നത്. പിന്നെ വൽ കിതാബിം മസ്തൂർ, വിരുത്തി വെക്കപ്പെട്ട തൊലിയിൽ ക്രമീകരിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥം. തോല് ഉണക്കിയിട്ട് അതിങ്ങനെ വിരിച്ചിട്ട് അതിലെഴുതി അങ്ങനത്തെ തോലുകൾ ഇങ്ങനെ അട്ടിവെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഗ്രന്ഥം, അതിനെയാണ് വൽ കിതാബി മസ്തൂർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് ആയത്തിറക്കണ കാലത്ത് ഇന്നത്തെ ഇപ്പോൾ കടലാസ് കൊണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട് ബൈൻഡ് ചെയ്തുണ്ടാക്കിയ കിതാബൊന്നും എടുത്തിട്ട് സത്യം ചെയ്യാൻ പറ്റില്ല. കാരണം അന്ന് അങ്ങനത്തെ കിതാബൊന്നുമില്ല. അന്ന് അറേബ്യയിൽ അള്ളാഹു കണ്ടിട്ടുള്ള കിതാബ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ തോല ഉണക്കിയിട്ട് അല്ലെങ്കിൽ ഓല ഉണക്കിയിട്ട് അതിലിങ്ങനെ കമ്പിയോണ്ടോ ആണിയോണ്ടൊക്കെ എഴുതിയിട്ട് അതിങ്ങനെ കുട്ടിത്തുന്നി ഉണ്ടാക്കുന്ന വലിയ ഗ്രന്ഥം, അതിനാണ് അന്ന് ഗ്രന്ഥം എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഗ്രന്ഥങ്ങളെ കൊണ്ടാണ് ഇവിടെ സത്യം ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഗ്രന്ഥം, പർവ്വതം, അത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ, ഈ സാധനങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രസക്തിയില്ല. ഇവിടെ മുഹമ്മദിൻ്റെ സൂത്രം എന്തായിരുന്നു വെച്ചാൽ ആ വാക്കുകൾ അക്ഷരപ്രാസം ഒക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് നോക്കിയത്. അപ്പോൾ അക്ഷരപ്രാസമുള്ള വാക്കുകൾ കൊണ്ടുവന്നിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് അതുകൊണ്ടൊരു പാട്ടുണ്ടാക്കുക, ഒരു പടുപാട്ട്, എന്നിട്ട് അതുകൊണ്ട് പാടിയിട്ട് അള്ളാഹു ഇതൊക്കെ പറഞ്ഞ് സത്യം ചെയ്യുന്നു എന്നാക്കി കഴിഞ്ഞാൽ ഏതൊരു പടുവിനും പാട്ട് രചിക്കാൻ പറ്റും ഈ കോലത്തിൽ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയിൽ മേലുകാവിൽ ഒരു കവിയുണ്ട്, ആ കവിനെയാണ് ഓർമ്മ വരിക. സലീം കുമാർ അഭിനയിച്ച ആ കഥാപാത്രം, റബ്ബറിനെ പറ്റിയൊക്കെ ഉള്ള ആ കവിത ഇങ്ങനെ പാടുന്നുണ്ടല്ലോ, അതേപോലെ ഒരു പടു കവിയാണ് മുഹമ്മദ് മക്കയിൽ ആദ്യകാലത്ത്. ആ പടുകവിത വീണ്ടും എടുത്തിട്ട് വീശിയാണ് മക്കയിൽ നിന്ന് പോകാൻ തീരുമാനിച്ച സമയത്ത്. അതാണ് ഈ സൂറത്ത് തൂറിൽ നമ്മൾ കാണുന്നത്.
എന്നിട്ട് വ്യാഖ്യാതാക്കൾ ഈ പെറുക്കിക്കൊണ്ടുവന്ന സാധനത്തിനൊക്കെ എമ്മണി വലിയ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയാം എന്തൊക്കെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇവിടെ കിതാബ് മസ്തൂർ എന്ന് പറഞ്ഞതിന് തൗറാത്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇഞ്ചീലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, പിന്നെ അവിടെ ആകാശത്തുള്ള കിതാബാണെന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാതാക്കളും കണ്ട ഏതാ കിതാബ് എന്നതിനെക്കുറിച്ച് വലിയ വ്യാഖ്യാന കസർത്തൊക്കെ നടത്തുന്നുണ്ട്. സത്യത്തിൽ മുഹമ്മദ് ഇതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. മുഹമ്മദ് ഇവിടെ തൂർ എന്ന് പറഞ്ഞപ്പോൾ മസ്തൂർ എന്ന് വാക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൊണ്ടുവന്നതാണ് കിതാബ്. വേറെ ഒന്നും മുഹമ്മദ് ഉദ്ദേശിച്ചിട്ടില്ല. ഫി റക്കിം മൻഷൂർ മൂന്നാമത്തേത് ഇതാണ്. ഇപ്പോൾ കിതാബിം മസ്തൂർ ഫി റക്കിം മൻഷൂർ അതാണ് തോലിൽ ഉണക്കി എഴുതിയിട്ടുള്ള അടുക്കി വെച്ചിട്ടുള്ള കിതാബ്. വൽ ബൈത്തുൽ മഅ്മൂർ അടുത്തത് ബൈത്തുൽ മഅ്മൂറാണ്. ഈ ബൈത്തുൽ മഅ്മൂറിനെ ഇവിടെ കൊണ്ടുവരാൻ കാരണം അത് ഊർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാസോപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ബൈത്തുൽ മഅ്മൂർ? ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ മുകളിൽ, അത് 7-ാം ആകാശത്തിൻ്റെ മുകളിലാണെന്നും അല്ല 6-ാം ആകാശത്തിൻ്റെ മുകളിലാണെന്നും അതല്ല 3-ാം ആകാശത്തിൻ്റെ മുകളിലാണെന്നും എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ ആകാശത്തിൻ്റെ മുകളിൽ ഒരു കഅബ ഉണ്ട്. അത് ഭൂമിയിലുള്ള കഅബയുടെ നേരെ മുകളിലാണ്. എന്നിട്ട് ആ കഅബയിൽ, ഭൂമിയിലെ കഅബയിൽ മനുഷ്യന്മാരിങ്ങനെ തവാഫ് ചെയ്യുന്നത് പോലെ ആകാശത്തുള്ള ഈ കഅബയിൽ മലക്കുകളിങ്ങനെ തവാഫ് ചെയ്യണം. ഒരു ദിവസം 70,000 മലക്കുകളാണ് വന്ന് തവാഫ് ചെയ്തത്. ആ 70,000 മലക്കുകൾ തവാഫ് ചെയ്താൽ പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ബാച്ചാണ് വരിക. ഒരിക്കൽ വന്നവർ പിന്നെ വരില്ല. അങ്ങനെ ഡെയിലി 70,000 വീതം മലക്കുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഅബ എവിടെ ഉണ്ട്? 3-ാം ആകാശത്തിൻ്റെ മുകളിലുണ്ട് എന്ന് ഒരു കൂട്ടർ പറയുന്നു. അതല്ല 6-ാം ആകാശത്തിൻ്റെ മുകളിലാണെന്ന് വേറൊരു കൂട്ടർ പറയുന്നു. അതൊന്നുമല്ല 7-ാം ആകാശത്തിൻ്റെ മുകളിൽ തന്നെയാണെന്ന് വേറൊരു കൂട്ടർ പറയുന്നു. പക്ഷേ കറക്റ്റായിട്ട് കഅബത്തിൻ്റെ, ഈ അറേബ്യയിലുള്ള കഅബത്തിൻ്റെ, മക്കയിലെ കഅബത്തിൻ്റെ നേരെ മുകളിലാണത് എന്ന് പറയുന്നു. ആ കഅബത്തിനാണ് ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്നത്. മുഹമ്മദ് 7 ആകാശവും താണ്ടി പോയ അന്ന് ഈ ബൈത്തുൽ മഅ്മൂറൊക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഏത് ആകാശത്താണ് കണ്ടത് എന്ന് മുഹമ്മദ് പലപ്പോഴും പല കോലത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത്. മുഹമ്മദിന് നുണക്കഥ പറയുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരിക്കൽ പറഞ്ഞാൽ പിറ്റേന്ന് ഓർമ്മ ഉണ്ടാവില്ല, എന്നിട്ടത് മാറ്റി പറയും. അങ്ങനെയാണ് ഈ ആകാശം 3, 6, 7 ഒക്കെ ആയി മാറിയിട്ടുണ്ടാവുക. അതാണ് ഈ സാധനം. അപ്പോൾ കഅബയുടെ തൊട്ട് മുകളിൽ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആകാശ കഅബ ഉണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്, മുഹമ്മദിന് പരന്ന ഭൂമിയെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. കറങ്ങുന്ന ഭൂമിയും ഉരുണ്ട ഭൂമിയും അള്ളാഹുവിന് അറിയില്ലായിരുന്നു. അതറിയുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മണ്ടത്തരം പറയുമായിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭൂമിയിലെ കഅബയുടെ തൊട്ട് മുകളിൽ ആകാശത്തൊരു കഅബ എന്ന് പറയുമ്പോൾ ആ കഅബയും ഭൂമിയോടൊപ്പം വട്ടം കറങ്ങേണ്ടി വരും. ആകാശം ഇങ്ങനെ വട്ടം കറങ്ങേണ്ടി വരും. കാരണം ഭൂമി ഈ കഅബയെയും കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയിലെ കഅബയുടെ മുകളിൽ എന്ന് പറയുമ്പോൾ എവിടെയാണ്? പരന്ന ഭൂമിയാണ്. പരന്ന ഭൂമിക്ക് മുകളിൽ ആകാശം ഇങ്ങനെ പന്തലിട്ട് വെച്ചിരിക്കുകയാണ്. അത് ആ പന്തലിൻ്റെ 7-ാം തട്ടിൻ്റെ മുകളിലോ 3-ാം തട്ടിൻ്റെ 6-ാം തട്ടിൻ്റെ മുകളിലോ ഒരു കഅബ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇന്ന് നമുക്കറിയാവുന്ന പ്രപഞ്ചം, ഈ സൗരയൂഥം, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ പരസ്പരം കറങ്ങുന്നു, ഇതൊക്കെ കൂടെ വെച്ചിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ആകാശം എന്ന് പറഞ്ഞൊരു സാധനവുമില്ല, ആകാശത്തിൻ്റെ തട്ടുകളുമില്ല, ഒരു പന്തലുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഏതെങ്കിലും ആകാശത്തിൻ്റെ മുകളിൽ കഅബത്തിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു കഅബം വേറെ ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റില്ല ഇന്ന് നമുക്കറിയാവുന്ന ഒരു പ്രപഞ്ചം വെച്ചുകൊണ്ട്. പക്ഷേ ഇന്ന് നമുക്കറിയാവുന്ന പ്രപഞ്ചം അള്ളാഹുവിനറിയുമായിരുന്നില്ല, മുഹമ്മദിനറിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് ഈ തട്ടുതട്ടായി പൊന്തിച്ച് വെച്ച ആകാശവും തട്ടുതട്ടായി താഴ്ത്തി വെച്ച ഭൂമിയും അതിൻ്റെ അകലങ്ങളും അതിൻ്റെ മുകളിൽ ഉള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഈ കഥയെല്ലാം മുഹമ്മദിന് കിട്ടിയത് ബാബിലോണിയൻ കഥകൾ മോഷ്ടിച്ച് ബൈബിളിൽ എഴുതി വെച്ച് ആ ബൈബിളിലെ തൊണ്ടി മോഷ്ടിച്ചെടുത്തതാണ് മുഹമ്മദ്. ആ കഥകളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജാതി മണ്ടത്തരങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഈ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന ആകാശ കഅബ ആദം നബി ഭൂമിയിലുണ്ടാക്കിയതായിരുന്നു എന്നും പിന്നെ വെള്ളപ്പൊക്കം വന്ന് ശല്യം ഉണ്ടായപ്പോൾ ആകാശത്ത് കൊണ്ടുവച്ചതാണ് എന്നും പറയുന്ന കഥയും പ്രവാചകൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കഥ ഇതാ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ബൈത്തുൽ മഅ്മൂർ കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് വസ്സഖ്ഫിൽ മർഫൂ എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഉയർത്തിവെച്ച മേൽപ്പുര, റൂഫ്. അതാണ് ഉയർത്തിവെക്കപ്പെട്ട മേൽപ്പുര, റൂഫാണ്. ആ റൂഫ് എന്താണ്? ആകാശം. അപ്പോൾ പരന്ന ഭൂമി,
അതിൻ്റെ മേലെ തൂണില്ലാതെ പൊന്തിച്ച് വെച്ച, അല്ലെങ്കിൽ നമുക്ക് കാണുന്ന തൂണില്ലാതെ നമുക്ക് കാണാൻ പറ്റാത്ത തൂണുമ്മൽ പൊന്തിച്ച് വെച്ച റൂഫ്, അതാണ് ആകാശം. അതാണ് സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു എടുത്തുകൊണ്ടുവന്നിട്ടുള്ള സാധനം. അപ്പോൾ അള്ളാഹുവിന് അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ള വിവരം ഇല്ലാത്തതുകൊണ്ടാണ് അള്ളാഹു ഇല്ലാത്ത സാധനമൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് സത്യം ചെയ്യുന്നത്. ഉയർത്തപ്പെട്ട മേൽത്തട്ടും പിന്നെ വൽ ബഹ്റിൽ മസ്ജൂർ, നിറഞ്ഞു നിൽക്കുന്ന സമുദ്രം. ആ നിറഞ്ഞു നിൽക്കുന്ന സമുദ്രം ഏതാണ്? ആകാശത്തിൻ്റെ മുകളിലുള്ള സമുദ്രമാണ് എന്നാണ് ഇബ്നു അബ്ബാസിൻ്റെയൊക്കെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. അതാ നോക്ക്, ആകാശത്തിൻ്റെ മുകളിൽ വെള്ളമുണ്ട്. എങ്ങനെ ആകാശത്തിൻ്റെ മുകളിൽ വെള്ളം വന്നത്? നിങ്ങൾ ഉൽപ്പത്തി കഥ തുടങ്ങുന്നിടത്ത് വായിച്ചാൽ മതി ബൈബിളിൽ. എന്താണ് അവിടെ യഹോവ കുത്തിരിക്കുന്നുണ്ട് വെള്ളത്തിൽ കുത്തിരുന്ന യഹോവ ആദ്യം എടുത്ത പണി എന്താണ്? വെള്ളത്തിൻ്റെ നടുവിൽ കൊണ്ടുപോയിട്ട് ആകാശത്തിൻ്റെ സ്ക്രീൻ അങ്ങോട്ട് വെച്ച്, എന്നിട്ട് ആ പകുതി വെള്ളവും കൊണ്ട് ആകാശം മേലോട്ട് അങ്ങോട്ട് പൊന്തിച്ചു എന്നാണ് ബൈബിളിലുള്ളത്. അതാണ് ബാബിലോണിയയിൽ നിന്ന് വന്ന കഥ. ആ കഥ അനുസരിച്ച് ആകാശം അള്ളാഹു പൊന്തിച്ച് വെച്ചപ്പോൾ പകുതി വെള്ളം താഴത്തെ കടലിലും പകുതി വെള്ളം മുകളിലെ കടലിലുമാണുള്ളത്. ആ മുകളിലെ കടൽ ആകാശത്തിൻ്റെ മുകളിലുള്ള കടലാണ്. അങ്ങനെ ആകാശത്തിൻ്റെ മുകളിൽ അള്ളാഹു താങ്ങി വെച്ചിട്ടുള്ള വലിയ സമുദ്രം, അതിനെയാണ് ഇവിടെ വൽ ബഹ്റിൽ മസ്ജൂർ എന്ന് പറഞ്ഞത് എന്നാണ് വ്യാഖ്യാനം. സത്യത്തിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ ഇവിടെ പ്രാസം ഒപ്പിച്ച് കുറേ സാധനങ്ങൾ പെറുക്കി കൂട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്ന കഥകളുമായി ബന്ധപ്പെട്ട കുറേ വാക്കുകൾ അവിടെ കൊണ്ടുവന്ന് ഒരു പാട്ട് പാടി ഒരു പടുപാട്ടുണ്ടാക്കി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇനി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു എന്ന് പറയുന്ന സ്രഷ്ടാവ് സത്യം ചെയ്തിട്ട് പറയാൻ പോകുന്ന കാര്യം എന്താണ്? അതാണ് ഇനി അടുത്ത 7-ാമത്തെ വാക്യത്തിൽ വരുന്നത്. നിശ്ചയമായും താങ്കളുടെ രക്ഷിതാവിൻ്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ കണ്ട ആകാശവും പിന്നെ മലയും കുന്നും കിതാബും ഗ്രന്ഥവും ഒക്കെ പറഞ്ഞ് പൊക്കിപ്പിടിച്ചുകൊണ്ട് സത്യം ചെയ്തിട്ട് എന്താ പറയുന്നത്? നിശ്ചയമായും താങ്കളുടെ രക്ഷിതാവിൻ്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാണ്. ഏത് ശിക്ഷയാണോ മക്കയിൽ സംഭവിക്കുമെന്ന് മുഹമ്മദ് ഇതുവരെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്, ആ ശിക്ഷ അങ്ങോട്ട് കാണട്ടെ കാണട്ടെ എന്ന് പറഞ്ഞ് മക്കക്കാർ മുഹമ്മദിനെ കളിയാക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തപ്പോൾ മുഹമ്മദിന് ദേഷ്യം പിടിച്ച് ആ ദേഷ്യം ആ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് അവസാനം അവരെ ശകാരിച്ചുകൊണ്ട് ഇറക്കിയതാണ് ഈ വെളിപാടുകൾ. ആ ശകാരത്തിൽ അവരോട് പറയുന്നതാണ് നിശ്ചയമായും താങ്കളുടെ രക്ഷിതാവിൻ്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ അത് ഇവിടുത്തെ ശിക്ഷയായാലും പരലോകത്തെ ശിക്ഷയായാലും ഒരുപോലെ ബാധിക്കും. അങ്ങനെ രണ്ടും ആവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാഖ്യാനങ്ങൾ. അതിലേറ്റവും ഉളുപ്പില്ലാതെ വ്യാഖ്യാനിച്ചവർ ഇത് ബദറിലെ മുഹമ്മദ് കൊന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നും എഴുതി വച്ചിട്ടുണ്ട്. ബദറിൽ മുഹമ്മദ് വാളെടുത്തിട്ട് അവരെ കൊന്നതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ട് ഈ ആദ്യകാലത്തെ തഫ്സീറുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. കാരണം ഈ തഫ്സീറുകളൊക്കെ എഴുതുമ്പോഴേക്ക് ഈ സംഭവങ്ങളെല്ലാം നടന്ന് ഇസ്ലാമിൻ്റെ ചരിത്രം കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇതിനൊക്കെ വ്യാഖ്യാനം അവർ എഴുതി വെച്ചിട്ടുള്ളത്. അള്ളാഹു ഒരു ശിക്ഷയും അവിടെ ഇറക്കിയിട്ടില്ല എന്നുള്ളത് തഫ്സീർ എഴുതുന്നവർക്ക് അറിയാം. അപ്പോൾ പിന്നെ ഇറക്കിയ ശിക്ഷ മുഹമ്മദിൻ്റെ ശിക്ഷ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയാക്കിയിട്ട് വ്യാഖ്യാനിച്ചാൽ അത് പറഞ്ഞു നിൽക്കാം. അതിന് വേണ്ടിയിട്ടാണ് ബദർ യുദ്ധത്തിൽ കൊന്നു എന്നതാണ് ഇവിടെ ശിക്ഷയായിട്ട് പ്രവചനമായിട്ടും ഫലിച്ച പ്രവചനമായിട്ടും ഒക്കെ ഇവർ പറയുന്നത്. 8 അതിനെ തടയുന്ന ആരുമില്ല. ഏതിനെ? അള്ളാഹുവിൻ്റെ ശിക്ഷയെ. 9ഉം 10ഉം ആകാശം കിടുകിടാ വിറക്കുകയും പർവ്വതങ്ങൾ ചലിക്കുകയും ചെയ്യുന്ന ദിവസം. അപ്പോൾ ഇവിടെ പറയുന്ന ശിക്ഷ അത് ലോകം അവസാനിക്കുന്ന എന്നുള്ള ഖിയാമത്ത് നാളിലുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഖിയാമത്ത് നാളിലെ ഭീകരത വിവരിക്കുക എന്നുള്ളത് ഖുർആനിലെ ഒരു സ്ഥിരം ആവർത്തിക്കുന്ന മണ്ടത്തരമാണ്. ആ മണ്ടത്തരം എന്തുകൊണ്ടത് മണ്ടത്തരമാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. കാരണം ലോകം അവസാനിക്കുമ്പോൾ 10 ലക്ഷം കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഭൂമിയിൽ അതിഭീകരമായൊരു പൊട്ടിത്തെറി ഉണ്ടാവും, അന്ന് ഇവിടെ ഉള്ളവരൊക്കെ ചത്തുപോകും എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ആൾക്കാരെ നമ്മൾ പേടിപ്പിക്കാൻ പോയാൽ ഇന്നത്തെ ആൾക്കാരത് കേട്ട് പേടിക്കുമോ? ഇല്ല, നമ്മൾ കേട്ട് ചിരിക്കുകയുള്ളൂ. കാരണം 10 ലക്ഷം കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ ഭൂമി പൊട്ടിത്തെറിച്ചാൽ നമുക്ക് എന്ത് ചെയ്തം? അതേപോലെയുള്ള മണ്ടത്തരാണ് ഇവിടെയും പറയുന്നത്. ഭൂമി എന്നോ ഒരു കാലത്ത് ഈ ലോകമൊക്കെ പാടെ അവസാനിക്കും, അപ്പോൾ ഉള്ള ഭീകരത അങ്ങനെ പറഞ്ഞിട്ട് മക്കാരെ പേടിപ്പിക്കുക. കാരണം എന്താണ്? മുഹമ്മദ് വിചാരിച്ചിരുന്നത് മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ തൊട്ടടുത്ത തലമുറ ജീവിച്ചിരിക്കുമ്പോഴോ മുഹമ്മദ് പറയുന്ന ഈ ലോകാവസാനമൊക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് അന്നത്തെ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകാവസാനത്തിൻ്റെ ഭീകരത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആകാശം കിടുകിടാ വിറക്കുകയും പർവ്വതങ്ങൾ ചലിക്കുകയും ചെയ്യുന്ന ദിവസം. എന്നാൽ സത്യനിഷേധികൾക്കാണ് അന്നത്തെ ദിവസം വമ്പിച്ച നാശം. അതായത് അനാവശ്യത്തിൽ മുഴുകി വിനോദിക്കുന്നവർക്ക്.
അപ്പോൾ മക്കാർ അവിടെ സുഖസുന്ദരമായിട്ട് ജീവിച്ചിരുന്നു. അവരവിടെ തമാശ പറയുകയും കളിയാക്കുകയും കളികളിൽ ഏർപ്പെടുകയും മുഹമ്മദിനെ പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിലുള്ള മുഹമ്മദിൻ്റെ അസഹിഷ്ണുതയും കലിപ്പുമാണ് ഇവിടെ ആ ലോകം അവസാനിക്കാൻ പോവുകയാണെന്നും ലോകം അവസാനിക്കുമ്പോൾ അതിഭീകരമായിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടുമെന്നും പറഞ്ഞ് മക്കാരെ പേടിപ്പിക്കുകയും മക്കാരുടെ മുമ്പിൽ മുഹമ്മദിൻ്റെ അള്ളാഹുവും പരിഹാസ്യരായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദയനീയമായ ചിത്രമാണ് ഇവിടെ കാണുന്നത്. 13 അതേ നരകത്തിലേക്ക് അവരെ ഊക്കോടെ ഒരു പിടിച്ചു തള്ളപ്പെടുന്ന ദിവസം. അന്ന് ഭൂമിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ആകാശമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പരലോകത്ത് വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് നരകത്തിക്കിടും. ആരെ? ഈ അബൂ ജഹലിനെയും അബൂ സുഫിയാനെയും വലീദ് ബിൻ മുഗീറയും അന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റു ഖുറൈശി പ്രമാണിമാരെയൊക്കെ. ആ കൂട്ടത്തിൽ പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന പ്രമാണിമാരും ഉണ്ടായിരുന്നു. പക്ഷേ ഒരൊറ്റ തഫ്സീറിലും അവരുടെ പേര് പറയില്ല. എല്ലാത്തിലും അബൂ ജഹൽ എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം അബൂ ജഹൽ ഇസ്ലാം ആയിട്ടില്ല, അതിന് മുമ്പ് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അബൂ ജഹലിൻ്റെ പെരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ തഫ്സീറുകളിൽ രക്ഷപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ അന്ന് ഈ അബൂ സുഫിയാനും അതുപോലെയുള്ള ആൾക്കാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരും അവരുടെ മക്കളൊക്കെ പിന്നെ മുഹമ്മദിൻ്റെ മതത്തിൽ തന്നെ ചേരുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നെ കാണുന്നത്. പക്ഷേ ഈ ഖുർആൻ ആയത്തുകൾ ഇറക്കുന്ന സമയത്ത് മുഹമ്മദിൻ്റെ മനസ്സിൽ അവരൊക്കെ തൻ്റെ മതത്തിലേക്ക് എപ്പോഴെങ്കിലും വരും എന്നുള്ള യാതൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അവരൊക്കെ അള്ളാഹു പേപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് മുഹമ്മദ് എഴുതി തള്ളുകയായിരുന്നു അവസാന ഘട്ടത്തിൽ ചെയ്തത്. 14 ഇത് നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്ന ആ നരകമാണ്. ഇതവരോട് പറയപ്പെടും എന്ന് ബ്രാക്കറ്റിലിട്ടതുകൊണ്ട് ഈ വാചകത്തിനൊരർത്ഥമുണ്ട്, ഇല്ലെങ്കിൽ അതിനർത്ഥമില്ല. ഇത് നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്ന ആ നരകമാണ്. നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മലക്കുകൾ ഇവരോട് പറയും എന്നാണ് പറയുന്നത്. 15 അപ്പോൾ ഇതൊരു ജാലമാണോ, അതല്ല ഇത് നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടോ? അവരങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ പിന്നെ അവിടെ വെച്ചിട്ടും ചീത്ത പറഞ്ഞുകൊണ്ട് അവരെ കൂടുതൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ആര്? അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും കൂടി. അപ്പോൾ ഇതൊരു ജാലമാണോ, അതല്ല ഇത് നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടോ? 16 നിങ്ങൾ ഇതിൽ കടന്നുകൊള്ളുക, എന്നിട്ട് ക്ഷമിക്കുകയോ ക്ഷമിക്കാതിരിക്കുകയോ ചെയ്യുക. രണ്ടും നിങ്ങൾക്ക് സമമാണ്. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് മാത്രമാണ് പ്രതിഫലം നൽകപ്പെടുന്നത്. 17 നിശ്ചയമായും ഭയഭക്തിയുള്ളവർ മുത്തഖീങ്ങൾ സ്വർഗത്തിലും സുഖാനുഭൂതികളിലുമാകുന്നു. അപ്പോൾ നരകം പറഞ്ഞ് മുഹമ്മദിൻ്റെ എതിരാളികളെ മുഹമ്മദ് പേടിപ്പിക്കുകയും അതിൻ്റെ കൂടെ മുഹമ്മദിൻ്റെ കൂടെ കൂടിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് കൊതിയൂറുന്ന സ്വർഗം പറഞ്ഞിട്ട് മുഹമ്മദ് അവരെ കൂടെ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. നിശ്ചയമായും മുത്തഖീങ്ങളായിട്ടുള്ളവർ സ്വർഗത്തിലും സുഖാനുഭൂതികളിലുമാകുന്നു. തങ്ങളുടെ രക്ഷിതാവ് അവർക്ക് നൽകിയതിൽ ആനന്ദം കൊള്ളുന്നവരായും കൊണ്ട് അവരുടെ രക്ഷിതാവ് കത്തിജ്വലിക്കുന്ന ശിക്ഷയിൽ നിന്നും അവരെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഇബ്നു അബ്ബാസിൻ്റെയൊക്കെ തഫ്സീറിൽ ആദ്യം പറഞ്ഞത് അബൂ ജഹലിനെയും കൂട്ടരെയും കുറിച്ചാണെന്നും പിന്നെ പറഞ്ഞത് അബൂബക്കറിനെയും കൂട്ടരെയും കുറിച്ചാണ് എന്നും ആവർത്തിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പല അധ്യായങ്ങളിലും ഇതുപോലെ ചീത്ത പറയുമ്പോൾ അബൂ ജഹൽ അബൂബക്കർ എന്ന് പറഞ്ഞ രണ്ട് പക്ഷങ്ങളെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അബൂ ജഹലിൻ്റെ ആൾക്കാരെ നരകത്തിലും അബൂബക്കറിൻ്റെ ഒപ്പമുള്ള ആൾക്കാരെ സ്വർഗത്തിലും കടത്തിവിടുന്ന കാര്യമാണ് പറയുന്നത് എന്നാണ്. അത്രയേ അന്ന് മുഹമ്മദ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ലോകത്തിൻ്റെ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും കാര്യമൊന്നുമല്ല ഇതിൽ പറയുന്നത്. അബൂ ജഹലിൻ്റെയും അബൂബക്കറിൻ്റെയും കാര്യമാണ്. മുഹമ്മദിൻ്റെ കൂടെ കൂടിയ കുറച്ച് ആൾക്കാർ, മുഹമ്മദിനെ എതിർത്തിരുന്ന കുറച്ച് ആൾക്കാർ, അവരോടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടി മുഹമ്മദ് ഇങ്ങനെ പടുപാട്ട് പാടി ശകാരം വർഷിച്ചതാണ് ഇതെല്ലാം. 19 നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ പ്രതിഫലമായി സന്തുഷ്ടരായും കൊണ്ട് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക. സ്വർഗത്തിലെത്തിയാൽ പിന്നെ തീറ്റയും കൂടിയാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം തിന്നാനും കുടിക്കാനൊന്നും വേണ്ടത്ര കിട്ടിയിട്ടില്ലാത്ത ഒരു വരണ്ട മരുഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന മക്കയിലെ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദരിദ്രവാസികൾക്ക് അത്യാവശ്യം തിന്നാനും കുടിക്കാനും കിട്ടും എന്ന് കേട്ടാൽ തന്നെ അതൊരു വലിയ പ്രലോഭനമാണ്, വലിയൊരു കൊതിപ്പിക്കലാണ്. അപ്പോൾ ആ കൊതിപ്പിക്കൽ പറയുകയാണ് മുഹമ്മദ് അവരോട്, തിന്നാനും കുടിക്കാനും കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിഭവം, അണിയണിയായി നിരത്തി വെക്കപ്പെട്ട കട്ടിലുകളിൽ സോഫകളിൽ ചാരിയിരിക്കുന്നവരായി വെളുത്തവരും വിശാലാക്ഷികളുമായ പെണ്ണുങ്ങളെ നാം അവർക്ക് ഇണ ചേർത്ത് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെ തിന്നാനും കുടിക്കാനും ഇഷ്ടം പോലെ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ചാരി ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ സോഫ അവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സോഫം ഇങ്ങനെ ചാരി കിടക്കുമ്പോൾ അവിടെ നല്ല വെളുവെളുത്ത തരുണീമണികളായ വിശാലാക്ഷികളായ നല്ല മീനാക്ഷികളായ വിശാലാക്ഷികളായ തരുണീമണി പെണ്ണുങ്ങളെയും അവർക്ക് ഇണ ചേർത്ത് കൊടുക്കും എന്നാണ്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പ്രലോഭിപ്പിക്കുന്നത്
പെണ്ണുങ്ങളെ കാട്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മനസ്സിൽ ആരാ ഉള്ളത്? മനുഷ്യന്മാരായിട്ട് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. ആണുങ്ങൾക്കുള്ള വിഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആണുങ്ങളെങ്ങനെ ത്രസിപ്പിക്കുകയാണ്. അള്ളാഹു പ്രകൃതിയെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഡിഗ്നിറ്റിയെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ ആധുനിക സങ്കല്പങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ അള്ളാഹുവിൻ്റെ ഈ സ്വർഗവാഗ്ദാനം വിളമ്പുന്ന ഖുർആനായത്ത് എത്രത്തോളം അപരിഷ്കൃതവും പ്രാകൃതവും മനുഷ്യത്വഹീനവുമാണ് എന്ന് അല്പനേരം ഒന്ന് ചിന്തിച്ച് നോക്കും. ഇവിടെ മനുഷ്യരും മറ്റു മൃഗങ്ങളും ഒക്കെ ആണും പെണ്ണുമായിട്ടിരിക്കുന്നത് അവരുടെ പ്രജനനത്തിന് അവരുടെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് രണ്ട് സെക്സുകളായിട്ട് തിരിഞ്ഞു എന്നുള്ളൂ. അവിടെ സെക്സിനെ ഒരു ആസ്വാദന വിഭവമാക്കിയിട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ വഷളത്തരാണ്. കാരണം എന്തിനാണ് സ്വർഗത്തിൽ പ്രത്യുൽപാദനം നടക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും ആസ്വാദ്യകരമായിട്ടുള്ള ഒരു വിഭവം എന്ന് പറയുന്നത് സെക്സാണ്. മുഹമ്മദ് എന്ന ആണിൻ്റെ സെക്സാണ് മുഹമ്മദ് ഇവിടെ വിളമ്പുന്നത്. പെണ്ണുങ്ങളെ കണ്ടാൽ മുഹമ്മദിന് അത് വലിയൊരു ആസ്വാദനമായിരുന്നു. ആ വിളമ്പലാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടികൾ പ്രജനനത്തിനായിട്ട് ആണും പെണ്ണുമായിട്ട് രണ്ട് സെക്സിൽ ഉൾപ്പെടുന്ന മനുഷ്യരെ തുല്യരായിട്ട് കാണണ്ടേ ഒരു പടച്ചോനാണെങ്കിൽ? അങ്ങനെ ആ രണ്ട് മനുഷ്യരെയും തുല്യരായി കാണുകയാണെങ്കിൽ അവിടെ പുരുഷന് പെണ്ണിനെ വിഭവമായിട്ട് വിളമ്പിക്കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ എത്ര അപരിഷ്കൃതനായിരുന്നു ഈ അള്ളാഹു എന്നുള്ളത് ഇന്ന് വ്യക്തമല്ലേ. അള്ളാഹുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അള്ളാഹുവിനെ സൃഷ്ടിച്ചത് മുഹമ്മദിനെ പോലെയുള്ള കാട്ടറബികളായ പുരുഷന്മാരാണ്. അതുകൊണ്ട് ആ ഒരു കാട്ടറബി പുരുഷൻ്റെ മനസ്സിലുള്ള ജീവിത സങ്കല്പങ്ങളും സുഖഭോഗ സങ്കല്പങ്ങളുമാണ് ഈ ഖുർആനിൽ വിളമ്പി വെച്ചിട്ടുള്ളത്. തിന്നാനും കുടിക്കാനും കിട്ടാത്ത വരണ്ട മരുഭൂമിയിൽ ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനും കിട്ടുമെന്നും പിന്നെ അവിടെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ കിട്ടുമെന്നും പറഞ്ഞാൽ മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ആണുങ്ങളായ കാട്ടറബികൾക്ക് അത് വളരെ ആകർഷകമായി തോന്നും. അതുകൊണ്ടാണ് ഇവിടെ വിളമ്പിയത്. ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ പേരിൽ വിളമ്പിയേക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ദൈവത്തെ അപമാനിക്കാൻ വേറെ എന്താ വേണ്ടത്? അവഹേളിക്കാൻ. 21 സത്യത്തിൽ വിശ്വസിക്കുകയും തങ്ങളുടെ സന്താനങ്ങളെ സത്യത്തിൽ വിശ്വസിച്ചവരായും കൊണ്ട് നാം അവരോട് പിന്തുടർത്തുകയും ചെയ്തവരാകട്ടെ അവരുടെ സന്താനങ്ങളെ അവരോട് നാം ചേർത്ത് കൊടുക്കുന്നതാണ്. അവരുടെ കർമ്മത്തിൽ നിന്നും ഒന്നു തന്നെ നാം ചുരുക്കുന്നതുമല്ല. എല്ലാ മനുഷ്യനും അവൻ സമ്പാദിച്ചതിന് പണയം വെക്കപ്പെട്ടവരാകുന്നു. ഇവിടെ പെണ്ണുങ്ങളെ വിഭവമാക്കിയതുപോലെ തന്നെ മറ്റൊരു മണ്ടത്തരാണ് ഇവിടെയും പറയുന്നത്. ഈ സന്താനങ്ങൾ എന്ന് പറയുന്ന വിഭവങ്ങളെ നിങ്ങൾക്ക് അവിടെ തരുമെന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. മനുഷ്യരെ മൊത്തമായിട്ട് കാണുന്ന ഒരു മനുഷ്യൻ്റെ സ്രഷ്ടാവായ പടച്ചവനാണെങ്കിൽ ഈ മണ്ടത്തരം പറയുമോ? ഈ സന്താനങ്ങൾ സ്വതന്ത്ര വ്യക്തികളല്ലേ. അവർ നാളെ വളരാനും വലുതാവാനും അവരും സ്വതന്ത്ര മനുഷ്യരായിട്ട് മാറാനുള്ളവരല്ലേ. അവരെങ്ങനെയാണ് അവരുടെ ബാപ്പമാരുടെയും അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെയും വിഭവങ്ങൾ നിലനിൽക്ക് അവർക്ക് അവിടെ ചേർത്ത് കൊടുക്കുക? അവരും ഇവരെ പോലുള്ള വ്യക്തികളല്ലേ. അവരോടും ഈ പറയുന്നത് ബാധകമല്ലേ. അപ്പോൾ പിന്നെ ഈ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഈ മക്കളെന്ന് പറയുന്നതും നാളെ പ്രായപൂർത്തിയായി ജീവിക്കേണ്ട സ്വതന്ത്ര വ്യക്തികളായിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ പെണ്ണുങ്ങളെ വിഭവങ്ങളാക്കിയതുപോലെ തന്നെ മക്കളെ വിഭവങ്ങളാക്കുന്നിടത്തും വലിയ മണ്ടത്തരമാണ് ഈ ദൈവത്തിന് പറ്റിയിട്ടുള്ളത്. ഈ മക്കൾ എന്ന് പറയുന്നവർ ഇതുപോലെ അള്ളാഹു ആരോടാണോ ഈ പറയുന്നത് അവരും ഒരു കാലത്ത് മറ്റുള്ളവരുടെ മക്കളായിരുന്നില്ലേ? അതുപോലെ ഇവരുടെ മക്കളും ഇവരെ പോലെ നാളെ പ്രായപൂർത്തിയായവരാവില്ലേ? അവർക്കും ഉണ്ടാവില്ലേ മക്കൾ? അപ്പോൾ ഈ മക്കൾ എന്ന് പറയുന്നത് വേറെ മനുഷ്യരാണ് എന്ന ബോധമില്ലാതെ മക്കളും പെണ്ണുങ്ങളും ഒക്കെ ഒരു ആണിൻ്റെ വിഭവങ്ങളാണ് എന്ന മട്ടിലാണ് നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് അവിടെ ചേർത്ത് തരും എന്ന് പറയുന്നത്. അതെങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറ്റുക? മക്കൾ സ്വതന്ത്ര വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് അവർ സ്വർഗം അർഹിക്കുന്നവരാണെങ്കിൽ അവർക്കും ഇതുപോലെ ഹൂറികളെയും ഒക്കെ കൊടുത്തിട്ട് അവരെയും വേറെ സുഖിപ്പിക്കേണ്ടതല്ലേ. അല്ലാതെ അവരെ എങ്ങനെ ബാപ്പാരുടെ പിന്നിൽ മക്കളെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മക്കളായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാറുമ്പോൾ അവർ മക്കളായിട്ട് അവിടെ ജനിക്കുമോ? ചെറിയ കുട്ടികളാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ ചില തഫ്സീറുകളിൽ പറയുന്നത്. ഈ ചെറിയ കുട്ടികൾ സ്വർഗത്തിൽ ചെറിയ കുട്ടികളായിട്ടാണ് വരിക. അപ്പോൾ ആ ചെറിയ കുട്ടികൾ ഇവിടെ ജീവിച്ച് വലിയ മനുഷ്യന്മാരായി അവരും ഇതുപോലെ സ്വർഗം അർഹിക്കുന്നവരായി മാറിയിട്ടുണ്ടെങ്കിൽ അവരെ കുട്ടികളായി ജനിപ്പിച്ചാൽ അവർക്ക് എങ്ങനെയാണ് ഈ വലിയവർക്ക് വാഗ്ദാനം ചെയ്യുന്ന സ്വർഗം പിന്നെ അവർക്ക് കിട്ടുക? അവർ നാളെ വലിയവരാവേണ്ടവരല്ലേ. അവർ വലിയവരായിട്ട് അവരും ഇതേപോലെ സ്വർഗം അർഹിക്കുന്നവരല്ലേ. അപ്പോൾ അവരുടെ വാപ്പാർക്ക് കുട്ടികളായിട്ട് കൂട്ടിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ അവരുടെ വാപ്പയെ മാത്രമാണ് ഇവിടെ സ്വർഗത്തിൽ അള്ളാഹു പരിഗണിക്കുന്നത് എന്നും ഈ മക്കളെ കുട്ടികളായിട്ട് ഈ വാപ്പാർക്കും ഉമ്മാർക്കും വിഭവങ്ങളായിട്ട് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞാൽ ഈ കുട്ടികൾ നാളെ സ്വർഗത്തിൽ കുട്ടികളായിട്ട് വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ കളിച്ച് നടക്കേണ്ടി വരില്ല കാലാകാലം. ഇതിലൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ ആലോചിക്കാതെ ഈ മണ്ടത്തരങ്ങൾ മുഴുവൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്.
22 അവരാഗ്രഹിക്കുന്നതിൽ നിന്നുള്ള പഴങ്ങളും ഇറച്ചിയും നാം അവർക്ക് വിശാലമാക്കി കൊടുക്കുന്നതാണ്. ഇവിടുന്ന് ഇറച്ചി തിന്നാത്ത ആൾക്കാരുണ്ട്, വെജിറ്റേറിയനായിട്ടും വീഗനായിട്ടൊക്കെ ജീവിച്ച ആൾക്കാരുണ്ട്. അവർക്കിത് കേൾക്കുമ്പോൾ തന്നെ ഒക്കാനം വരും. അവർ പിന്നെ ഈ സ്വർഗത്തേക്ക് പോവുമോ? നിങ്ങൾക്ക് അവിടെ ഇറച്ചിയാണ് വിളമ്പുക എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചി എന്താണ്? ഇത് കാടേൻ്റെ ഇറച്ചിയാണെന്നും പ്രാവിൻ്റെ ഇറച്ചിയാണെന്നും പക്ഷികളുടെ ഇറച്ചിയാണെന്നൊക്കെ വ്യാഖ്യാനത്തിൽ കാണാം. കാരണം മുഹമ്മദിന് ഈ പക്ഷികളുടെ ഇറച്ചിയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അന്ന് മുഹമ്മദിൻ്റെ കൂടെ കൂടിയ കാട്ടറബികൾക്കും ഈ പക്ഷികളുടെ ഇറച്ചിയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഇറച്ചി അള്ളാഹു സ്വർഗത്തിൽ വിളമ്പുകയാണ്. 23 അവർ അതിൽ മദ്യക്കോപ്പകൾ കൈമാറും, യാതൊരു അനാവശ്യവും ഇല്ല, കുറ്റകരമായതുമില്ല. സ്വർഗത്തിലെ അടുത്ത വിഭവമാണിത്. കള്ള് വിളമ്പുന്നാണ് പറയണത്. കള്ളിൻ്റെ കോപ്പയും കൊണ്ട് അവിടെ ഇങ്ങനെ കുട്ടികളിങ്ങനെ കറങ്ങി നടക്കുന്നു. എന്നിട്ട് ആ കുട്ടികളെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിമ്പലും കൂടുന്നു. എന്നിട്ട് അത് കുടിച്ചാൽ ഇവിടുത്തെ മാതിരിയുള്ള കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഇവിടെ കള്ളു കുടിച്ചാൽ 2 കുഴപ്പമാണ്. ഒന്ന് തലയിൽ കുത്തുണ്ടാവും, അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഈ പട്ടച്ചാരായം വാറ്റി അതാണല്ലോ കുടിച്ചിരുന്നത് അന്നൊക്കെ. ഈത്തപ്പഴത്തു നിന്നൊക്കെ പട്ടച്ചാരായം വാറ്റി കുടിച്ചിരുന്ന ആൾക്കാർക്ക് അത് കുടിക്കുമ്പോൾ പല കുത്തലും വിഷമവും വയറുവേദനയും തലവേദനയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അത് കുടിച്ചു കഴിഞ്ഞാൽ അവർ അടി കൂടും, തെറി വിളിക്കും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നവർ. അപ്പോൾ സ്വർഗത്തിലെ കള്ളിന് ഈ പറഞ്ഞ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷവും സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് തല്ലുവിടണമെന്നും തെറി വിളിക്കണമെന്നും തോന്നില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. എന്നാൽ പാട്ട് പാടുന്നൊന്നും പറയുന്നില്ല കേട്ടോ, കാരണം പാട്ടൊന്നും ഇവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ വലിയ തലക്ക് കുത്താത്ത പള്ളികടി ഉണ്ടാക്കാത്ത കള്ള് കിട്ടുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കുടിച്ചിട്ട് നിങ്ങൾക്ക് വലിയ തിന്മയൊന്നും ചെയ്യാൻ തോന്നൂല, അത്രയും നല്ല മദ്യമാണ്, മുന്തിയ സൈസ് മദ്യമാണ് എന്നാണ് പറഞ്ഞത്. ഒരു പടച്ചോന് ആ പടച്ചോൻ്റെ സൃഷ്ടികൾക്ക് ആ പടച്ചോൻ ആവശ്യമുള്ള ആരാധന കിട്ടാൻ വേണ്ടിയിട്ട് ആ പടച്ചോനെ ശരിക്കൊന്ന് മനസ്സിലാക്കി വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കള്ളും പെണ്ണും കാട്ടി പ്രലോഭിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര ചീപ്പാണെന്ന് ആലോചിച്ചു, എത്ര അപരിഷ്കൃതമായിട്ടുള്ള ഭാവനയാണെന്ന് ആലോചിച്ചു. ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിവരമില്ലാത്ത സംസ്കാരമില്ലാത്ത ഒരു കാട്ടറബിയുടെ മനസ്സിൽ നിന്ന് വന്ന ആശയങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? എന്നിട്ട് ഇന്നും ഈ വഷളത്തരങ്ങളൊക്കെ ഇങ്ങനെ ബൈക്ക് വെച്ചിട്ട് പാതിരാത്രിയിൽ വഷൾ പറഞ്ഞ് നടക്കുകയാണ് ഇതിൻ്റെ തലയിക്കെട്ടും കെട്ടിയ ആൾക്കാർ. 24 അവരുടെ ബാലന്മാർ അവർക്കിടയിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അവർ മറച്ചു വെക്കപ്പെട്ട മുത്തുപോലെ ആയിരിക്കും. അന്നത്തെ കാട്ടറബികളായ ആണുങ്ങൾക്ക് പെണ്ണുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതായിരുന്നു, വിഭവം ഇതായിരുന്നു. ബാലന്മാർ, നല്ല മുത്തുമണി പോലെയുള്ള ചുറുക്കുള്ള ബാലന്മാർ അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും സ്വർഗത്തിൽ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ഇവിടെ കൃത്യം പറഞ്ഞിട്ടില്ല ഖുർആനിൽ. അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മളാരെയും തെറ്റിദ്ധരിച്ചാലോ വിചാരിച്ചിട്ട് സകല മുഫസ്സിറുകളും പരിചാരകരായിട്ട് എന്നാണ്, സേവകരായിട്ട് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. പരിചാരകരും സേവകരുമാണെങ്കിൽ പോലും ഇത് തമ്മാടിത്താണ് ഈ പറഞ്ഞത്. കാരണം സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യരെ സന്തോഷിക്കുന്ന മനുഷ്യർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സ്വർഗത്തിലെത്തിയ മനുഷ്യരെല്ലാവരും ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ മോക്ഷം നേടിയവരായിരിക്കണം. അവിടെ സ്വർഗത്തിൽ പരിചാരകരായിട്ട് കുറേ മനുഷ്യരെ പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്വർഗം എങ്ങനെയാണ് ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്വർഗമാകുന്നത്? നിങ്ങൾ ഈ സ്വർഗം സ്വർഗം കിട്ടുന്നോ എന്ന് ഇവിടെ പറയുന്ന ഈ പ്രായപൂർത്തിയായ ഒരാണിൻ്റെ മാത്രം മനസ്സുകൊണ്ട് നോക്കിയാൽ പോരാ, മറ്റുള്ളവരെയും മനുഷ്യരായി കണ്ടുകൊണ്ട് നോക്കണം. അപ്പോഴാണ് ഈ സ്വർഗം എത്ര വൃത്തികെട്ടതാണെന്ന് മനസ്സിലാവുക. ഇവിടെ ഇവരെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടി വേശ്യകളായിട്ട്, പെണ്ണുങ്ങളായിട്ട്, വിഭവങ്ങളായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള സ്ത്രീകളുടെ മനസ്സൊന്ന് കടമെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ ആ സ്ത്രീ ആരാണ്? മരണമില്ലാത്ത കാലം, അറ്റമില്ലാത്ത കാലത്തോളം മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി വേശ്യാവൃത്തി ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ ആ സ്വർഗത്തിൽ എന്ത് സുഖമാണ് അനുഭവിക്കുക, എന്ത് സന്തോഷമാണ് അനുഭവിക്കുക? അവരും മറ്റവരും അവിടെ സുഖിക്കുന്ന പുരുഷന്മാരും തുല്യ വ്യക്തിത്വവും ഡിഗ്നിറ്റിയുള്ള മനുഷ്യരായി അവിടെ അംഗീകരിക്കപ്പെടുന്നുണ്ടോ? ഈ പുരുഷനെ സുഖിപ്പിക്കാനുള്ള വിഭവങ്ങളായിട്ടാണ് അവിടെ സ്ത്രീകളെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് കള്ളു കൊണ്ടേ കൊടുക്കാനും പരിചരിക്കാനും വേണ്ടി കുറേ ബാലന്മാരെ അവിടെ ഏർപ്പാടായിരിക്കുന്നു എന്നുള്ള. ഈ ബാലന്മാർ മനുഷ്യരല്ലേ? ആ ബാലന്മാർ മനുഷ്യരാണെങ്കിൽ ആ ബാലന്മാരുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഈ സ്വർഗം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സ്വർഗത്തിൽ ഈ ബാലനെ സംബന്ധിച്ചിടത്തോളം കാലാകാലം അവന് വിടുവേല ചെയ്തുകൊണ്ടിരിക്കണ്ടേ? മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി കാലാകാലം വിടുവേല ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കുറേ മനുഷ്യക്കുഞ്ഞുങ്ങൾ എന്ന സങ്കല്പം എത്ര വൃത്തികെട്ട സങ്കല്പമാണ്. ആ കുട്ടികൾക്ക് വളർച്ചയൊന്നുമില്ല. ആ കുട്ടികൾ കാലാകാലം ഇവിടെ ഇങ്ങനെ കള്ളുകൊടുക്കാനും പെണ്ണുകൊടുക്കാനും അതുപോലുള്ള ഏർപ്പാടും നടത്തിക്കൊണ്ട് അവിടെ പരിചാരകരായിട്ട് നിൽക്കുകയാണ്. ഇവരെ ലൈംഗികമായി സുഖിപ്പിക്കാനുള്ള കുറേ പെണ്ണുങ്ങളും. അവർക്കൊക്കെ എന്താണ് ഈ സ്വർഗം എന്ന് പറയുന്നത്?
അവരെ സംബന്ധിച്ചിടത്തോളം അത് നരകമല്ലേ. അപ്പോൾ ഈ ഭൂമിയിലെ ഈ മനുഷ്യന്മാരെന്താണോ കണ്ടിരുന്നത് അതിൽ ആ മനുഷ്യരെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ മനസ്സ് മാത്രം കടമെടുത്തുകൊണ്ട് അവരോട് പറഞ്ഞ വഷളത്തരങ്ങളാണിത്. അവിടെ കുട്ടികൾ, നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് ചേർത്ത് തരുമെന്ന് പറയുമ്പോൾ ആ മക്കൾ നാളെ പ്രായപൂർത്തിയായ മനുഷ്യരാവുന്നു എന്ന് പോലും ഈ ചങ്ങാതി ചിന്തിച്ചിട്ടില്ല. ഈ ബാലന്മാരെ ഞങ്ങൾക്ക് ഒരുക്കിത്തരും എന്ന് പറയുമ്പോൾ ആ ബാലന്മാരും മനുഷ്യരാണ് എന്നും അവർ സ്വർഗത്തിൽ അവർ വിടുവേലക്കാരായി ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു സ്വർഗത്തിൻ്റെ അന്തസ്സിന് ചേർന്നതല്ല എന്നും ഇയാൾ ചിന്തിച്ചിട്ടില്ല. ഈ പെണ്ണുങ്ങളെയൊക്കെ ഇവർക്ക് സുഖിക്കാൻ വേണ്ടി വിഭവങ്ങളാക്കി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പെണ്ണുങ്ങളും ആണുങ്ങളും തുല്യ ഡിഗ്നിറ്റിയുള്ള മനുഷ്യജീവികളാണ് എന്ന ചിന്തയൊന്നും ഈ വഷളത്തരം എഴുതി വെച്ച ദൈവത്തിൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. കാരണം എന്താണ്? വഷളത്തരങ്ങൾ എഴുതി വെച്ചത് ദൈവമല്ല എന്നത് തന്നെയാണ്. ഇത്തരം വഷളത്തരങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു വിവരമില്ലാത്ത മനുഷ്യൻ്റെ വികൃതമായിട്ടുള്ള വഷളൻ ഭാവനയിൽ നിന്നാണ് ഈ സാധനം ഉണ്ടായത് എന്നതാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. 25 അവർ പരസ്പരം ചോദിക്കുന്നതായി തമ്മിൽ അഭിമുഖമായിരിക്കും. അവർ പറയും, നാം ഇതിനു മുമ്പ് നമ്മുടെ കുടുംബത്തിലായിരിക്കെ ഭയപ്പെടുന്നവരായിരുന്നു. അതിനാൽ അള്ളാഹു നമ്മളോട് ദാക്ഷിണ്യം കാണിച്ചു, നരകശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ കാക്കുകയും ചെയ്തു. ഇതൊക്കെ സ്വർഗത്തിലെത്തിയ ആൾക്കാർ അവിടെ ഇരുന്നു കൊണ്ട് തമ്മിൽ പറയുന്നതാണെന്നാണ് പറയുന്നത്. സ്വന്തം മക്കളും സ്വന്തം കൂടപ്പറപ്പുകളും സ്വന്തം അച്ഛനമ്മമാരും ഒക്കെ ഉൾപ്പെടെയുള്ള മറ്റനേകം മനുഷ്യർ, തങ്ങളുടെ രക്തബന്ധുക്കളായിരുന്ന മറ്റനേകം മനുഷ്യർ ഈ വഷളത്തരങ്ങൾ വിശ്വസിച്ചില്ല എന്നതിൻ്റെ പേരിൽ തൊട്ടപ്പുറത്ത് നരകത്തിൽ കിടന്നിട്ട് പൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ കുറച്ചാൾക്കാർ ഇവിടെ മുഖാമുഖം എന്നിട്ട് നമ്മൾ കഴിച്ചില്ലായല്ലോ എന്ന് പറഞ്ഞിട്ട് സുഖിക്കുമെന്ന് പറയുന്നത്. 28 നിശ്ചയമായും ഇതിനു മുമ്പ് നാം അവനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അവൻ നന്മ ചെയ്യുന്നവനും പരമകാരുണികനും തന്നെയാകുന്നു. ഞാൻ അധികമൊന്നും പറയുന്നില്ല. പരമകാരുണ്യം ഈ പറഞ്ഞതിൻ്റെയൊക്കെ അപ്പുറം പറയേണ്ടി വരും. 29 ആകയാൽ താങ്കൾ ഉത്ബോധിപ്പിക്കുക, താങ്കളുടെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്താൽ താങ്കൾ ഒരു പ്രശ്നം വയ്ക്കുന്ന കാഹീനോ ഒരു പിരാന്തനോ അല്ല. താങ്കൾ ഉത്ബോധിപ്പിക്കുക, താങ്കളുടെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്താൽ താങ്കൾ ഒരു മന്ത്രവാദിയോ ഒരു പിരാന്തനോ അല്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ആര്? പഠിച്ചോൻ മുഹമ്മദിന്. എന്നിട്ട് മുഹമ്മദിൻ്റെ തൊള്ളിൽ കൂടെ തന്നെ മൂപ്പര് സർട്ടിഫിക്കറ്റ് അവതരിപ്പിക്കുക, എനിക്ക് പ്രാന്തില്ല, ഞാൻ മന്ത്രവാദിയല്ല. കാരണം മക്കാർ മുഹമ്മദിന് പ്രാന്താണെന്നും മുഹമ്മദ് ഒരു മന്ത്രവാദിയാണ് എന്നും മുഹമ്മദ് കവിയാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്നു. കവി എന്നൊന്നും പറയാനുള്ള യാതൊരു യോഗ്യത മുഹമ്മദിനില്ല. കാരണം ഈ പടുപാട്ട് പാടിയ മുഹമ്മദിനെ എന്തിനാണ് കവി എന്ന് വിളിക്കുന്നത്? മന്ത്രവാദി എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഏറ്റവും യോജിച്ചത് മജ്നു എന്നുള്ള വാക്ക് തന്നെയാണ്. തലയ്ക്ക് സുഖമില്ലാത്ത ആൾ എന്ന് തന്നെയാണ് അവർ വിളിച്ചിരുന്നത്. അതില്ല എന്ന് ഇയാൾ തന്നെ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് പറഞ്ഞതുകൊണ്ട് അതില്ലാതാവില്ല. ഏത് ഭ്രാന്തനും എനിക്ക് ഭ്രാന്തില്ല എന്ന് തന്നെയാണ് പറയാം. 30 അതല്ല, ഒരു കവിയാണ്, വല്ല കാലവിപത്തും അദ്ദേഹത്തിന് ബാധിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം എന്നവർ പറയുന്നുവോ? കവിയാണ്, നമ്മൾ ഓനൊന്നും കാട്ടണ്ട, ഓന് ഭ്രാന്താണ്, നമ്മൾ ഓനെ ഒന്നും കാട്ടണ്ട, എല്ലാം കാലം തെളിയിച്ചോളും, നമുക്ക് കാത്തിരിക്കാം എന്ന നിലപാടായിരുന്നു മക്കാർക്കുണ്ടായിരുന്നത്. വളരെ മനുഷ്യത്വപരമായിട്ടുള്ള ജനാധിപത്യപരമായ നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നിവിടെ വ്യക്തമാണ്. അതിനെയാണ് ഇവിടെ കളിയാക്കുന്നത്. കാത്തിരിക്കാമെന്നവർ പറഞ്ഞു, ഭ്രാന്തനാണെന്ന് പറഞ്ഞു. അങ്ങനെ കാത്തിരിക്കുകയാണോ? എന്നാൽ താങ്കൾ പറയുക, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, നിശ്ചയമായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരിൽപ്പെട്ടവനാകുന്നു. ഇത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി വാളെടുത്ത് വരാൻ തീരുമാനിച്ച സമയത്ത് ചെയ്യാൻ പോകുന്ന തെമ്മാടിത്തം മനസ്സിൽ വെച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയതാണ്. ഇത് അവസാനം ഇറങ്ങിയ എല്ലാ ഖുർആൻ സൂറത്തുകളിലും നമ്മൾ കണ്ടു ഈ ഒരു ഭീഷണി. 32 അതല്ലെങ്കിൽ അവരുടെ ബുദ്ധികൾ ഇതുകൊണ്ട് അവരോട് കൽപ്പിക്കുകയാണോ? അതല്ല, പക്ഷേ അവർ ധിക്കാരികളായ ഒരു ജനതയാകുന്നു. 33 അതല്ലെങ്കിൽ അദ്ദേഹം ഇത് സ്വയം കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് അവർ പറയുന്നുവോ? പക്ഷേ അവർ അഹങ്കാരം കൊണ്ട് വിശ്വസിക്കുന്നില്ല. സ്വയം കെട്ടിയുണ്ടാക്കിയതാണ്, കവിയാണ്, ഭ്രാന്ത് പിടിച്ചതാണ്, മന്ത്രവാദിയാണ്, മരണം ബാധിച്ചതാണ്, ഇതൊക്കെ അന്ന് മക്കാർ പറഞ്ഞിരുന്നതാണ്. അതൊക്കെ കേട്ടിട്ട് അരിശം തീരാഞ്ഞിട്ട് അതെല്ലാം വെച്ചുകൊണ്ട് അങ്ങോട്ട് ശകാരം ചൊരിയുകയാണ് ഇവിടെ. അതേസമയം അവർ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല, അവർ നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും ഇവിടെ വ്യക്തമാണ്. അപ്പോൾ ഈ ഭ്രാന്തനാണ്, കവിയാണ്, ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട, ഇവൻ ഓരോന്ന് കെട്ടിയുണ്ടാക്കുകയാണ്, പൂർവികരുടെ കെട്ടുകഥ പറയുകയാണ് എന്നൊക്കെ അവർ പറഞ്ഞ് ഇവനെ
ഈ മുഹമ്മദിനെ തിരസ്കരിച്ചു എന്നതിലുള്ള മുഹമ്മദിൻ്റെ അരിശമാണ് അവരുടെ നേരെ ഈ പ്രതികാരമായിട്ടും ശകാരവർഷമായിട്ടും ഇറങ്ങുന്നത്. അങ്ങനെ ശകാരിക്കുമ്പോഴും മനസ്സിൽ വരെ കായികമായി തന്നെ അവരെ തോൽപ്പിക്കണമെന്നും അവരെ വെട്ടണമെന്നും കൊല്ലണം എന്നുവരെ മുഹമ്മദ് മനസ്സിൽ തീരുമാനിച്ചിരുന്നു എന്നാണ് ഈ കാത്തിരിക്കാം എന്നൊക്കെ പറയുന്ന ഭീഷണിയിലൂടെ നമ്മൾ വരികൾക്കിടയിൽ നിന്ന് വായിക്കുന്നത്. 34 എങ്കിൽ ഇതുപോലെയുള്ള ഒരു സന്ദേശം അവർ കൊണ്ടുവരട്ടെ, അവർ സത്യവാദികളാണെങ്കിൽ. ഇത് മറ്റേ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അതുമല്ല, ഒരു വസ്തുവുമില്ലാതെ അവരങ്ങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ അതോ അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? തന്തയില്ലാതെ ജനിച്ചവരാണോ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് ചില തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഫാദർ ഇല്ലാതെ, ആ അപ്പനില്ലാതെയാണോ ഇവരൊക്കെ ജനിച്ചത് എന്ന് ദേഷ്യം തീർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ അവിടെ ഒരു വസ്തുവുമില്ലാതെ എന്നാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. ആ വാക്കിന് ബ്രാക്കറ്റിൽ ഫാദർ ഇല്ലാതെ എന്നും സ്രഷ്ടാവില്ലാതെ എന്നൊക്കെ വ്യാഖ്യാതാക്കൾ അർത്ഥം കൊടുത്തിട്ടുണ്ട്. കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് തന്തയില്ലാതെയാണോ അവർ ജനിച്ചത് എന്ന് പറഞ്ഞ് തെറി പറഞ്ഞതാണ് സത്യത്തിലിത്. അതല്ല, അവരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നത്, പക്ഷേ അവർ ഒന്നും ദൃഢമാക്കുന്നില്ല. അതല്ല, അവരുടെ പക്കലാണോ താങ്കളുടെ രക്ഷിതാവിൻ്റെ ഖജനാവുകൾ, അതോ അവരാണോ ധിക്കാരം നടത്തുന്നവർ? സത്യത്തിൽ ഈ പറയുന്ന ശകാരങ്ങൾക്കൊന്നും മക്കയിൽ യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തത്. കാരണം ഒരു സ്രഷ്ടാവിനെ അവരാരും നിഷേധിച്ചിട്ടില്ല. സ്രഷ്ടാവ് അള്ളാഹുവാണ് എന്ന കാര്യം പോലും അവർ നിഷേധിച്ചിട്ടില്ല. പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതും മനുഷ്യനെ സൃഷ്ടിച്ചതൊക്കെ ഒരു സുപ്രീം ദൈവമായ അള്ളാഹു ആണ് എന്ന കാര്യത്തിലും മക്കക്കാർ തർക്കിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരോട് ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചീത്ത വിളിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. 38 അതല്ല, കയറിച്ചെന്ന് ശ്രദ്ധിച്ചു കേൾക്കാവുന്ന വല്ല കോണിയും അവർക്കുണ്ടോ? എങ്കിൽ അവരിൽ ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ ഒരു വ്യക്തമായ ലക്ഷ്യം കൊണ്ടുവരട്ടെ. അപ്പോൾ മുഹമ്മദ് ഇങ്ങനെ ആകാശത്തുനിന്ന് അള്ളാഹുവിൻ്റെ വഹി ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വെറും പൊട്ടത്തരമാണ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ എന്താ അവരെന്താ പിന്നെ കോണി വെച്ചിട്ട് ആകാശത്ത് പോയിട്ട് അള്ളയും മലക്കുകളും വർത്താനം പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മുഹമ്മദിൻ്റെ ദേഷ്യം തീർക്കുകയാണ്. 39 അതല്ല, പെൺമക്കൾ അള്ളാഹുവിനും ആൺമക്കൾ നിങ്ങൾക്കുമാണോ? ഇതാണ് പിന്നെ മക്കക്കാർ പറഞ്ഞിരുന്ന മുഹമ്മദിൻ്റെ അള്ളാഹുവിനെയും ഏറ്റവും പ്രകോപിപ്പിച്ച മറ്റൊരു വാദം. അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് ലാത്തയും ഉസൈ മനാത്തയും എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞതിലല്ല അള്ളാഹുവിന് കലിപ്പ്, പെൺമക്കളാണ് എന്ന് പറഞ്ഞതിലാണ്. കാരണം ഇത് പറയുന്നവർ ആൺമക്കൾ ഉണ്ടാകുന്നതിൽ അഭിമാനിക്കുകയും പെൺമക്കൾ ഉണ്ടാകുന്നത് അപമാനമാണെന്ന് കരുതുകയും ചെയ്തിരുന്നവരാണ്. അപ്പോൾ അതേ അപമാനബോധം, അതേ അപകർഷതാബോധം അള്ളാഹുവിൻ്റെ മനസ്സിലുമുണ്ട്. കാരണം മുഹമ്മദിൻ്റെ മനസ്സിൽ ആ അപകർഷതാബോധം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങൾക്കൊക്കെ ആൺകുട്ടികളോ എനിക്ക് പെൺകുട്ടികളോ എന്ന് പിന്നെയും ഈ ഖുർആനിൽ എത്രയോ സ്ഥലത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് മൂക്കും പറപ്പിച്ച് ചോദിക്കുന്നുണ്ട് അള്ളാഹു. 40 അല്ലെങ്കിൽ താങ്കൾ അവരോട് വല്ല പ്രതിഫലവും ആവശ്യപ്പെടുകയും അതുമൂലം അവർ എന്തെങ്കിലും കടബാധ്യതകൾ വിഷമം അനുഭവിക്കുന്നവരാവുകയും ചെയ്യുന്നുണ്ടോ? ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. മുഹമ്മദ് അവരോട് പ്രതിഫലമൊന്നും ചോദിച്ചില്ലല്ലോ എന്നാണ് ഇവിടെ പറയുന്നത്. മുഹമ്മദിന് പ്രതിഫലം ചോദിച്ചാൽ കിട്ടുന്നൊരു സാഹചര്യമായിരുന്നോ മക്കയിലുണ്ടായിരുന്നത്? പക്ഷേ മുഹമ്മദ് മദീനയിലെത്തിയിട്ട് മുഹമ്മദിന് കുറച്ച് കാര്യങ്ങളൊക്കെ നേടാൻ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് പ്രതിഫലം ചോദിച്ചതിൻ്റെ കഥ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. പ്രതിഫലം ചോദിക്കല്ല, മുഹമ്മദ് കൊള്ളയടിച്ച് പ്രതിഫലം അള്ളാഹിൻ്റെ പേരും പറഞ്ഞ് മാന്തിക്കൂട്ടുകയാണ് ചെയ്തിരുന്നത്. 41 അതുമല്ലെങ്കിൽ അവരുടെ അടുക്കൽ വല്ല അദൃശ്യജ്ഞാനവും ഉണ്ടായിരിക്കുകയും എന്നിട്ട് അതവർ എഴുതുകയും ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ മുഹമ്മദ് ചെയ്യുന്ന മാതിരി അദൃശ്യജ്ഞാനം കിട്ടിയിട്ട് അതൊക്കെ അവർ എഴുതുന്നുണ്ടോ എന്നൊക്കെയാണ് മുഹമ്മദ് ചോദിക്കുന്നത്. മുഹമ്മദിന് ഈ അദൃശ്യജ്ഞാനം കിട്ടിയതിൻ്റെ കുട്ടൻസാണ് അവർ പരിഹസിച്ച് തള്ളിക്കളഞ്ഞതും ചോദ്യം ചെയ്തതും. കാരണം ഈ അദൃശ്യജ്ഞാനം എന്ന് പറഞ്ഞിട്ട് വഹി ഇറക്കുക എന്ന് പറയുന്ന ഏർപ്പാടൊന്നും മക്കക്കാർക്ക് പരിചയമില്ലാത്തൊരു ഏർപ്പാടൊന്നുമല്ല. അവിടെ നൂറുകണക്കിന് ഈ കാഹീനുകളും വെളിച്ചപ്പാടുകളും ഒക്കെ അവിടെ തുള്ളിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ചുറ്റും. ഓരോ ദൈവങ്ങളുടെയും വഹി ഇറക്കുന്ന നിരവധി വെളിച്ചപ്പാടുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു പരിചയമില്ലാത്തൊരു കാര്യമോ പുതിയൊരു കാര്യമോ ഒന്നും ആയിരുന്നില്ല ഈ വെളിപാട് ഇറക്കുക എന്നുള്ളത്. അങ്ങനെ വെളിപാട് ഇറക്കുന്നത് എഴുതിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് മുഹമ്മദിൻ്റെ വെളിപാടിൻ്റെ നിലവാരം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ മുഹമ്മദിനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ മുഹമ്മദ് ദേഷ്യം തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് വല്ല വഹയും കിട്ടുന്നുണ്ടോ, നിങ്ങൾ ആകാശത്ത് കൂണിയച്ച് പോയിട്ടുണ്ടോ, നിങ്ങൾ അവിടുന്ന് വല്ലതും കേട്ടിട്ടുണ്ടോ, നിങ്ങൾ വല്ലതും എഴുതിയെടുത്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ അതുപോലത്തെ നിങ്ങൾ കൊണ്ടുവരി എന്നൊക്കെ പറഞ്ഞ് ഒരർത്ഥവുമില്ലാത്ത കുറേ ശകാരങ്ങൾ പുലമ്പുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. 42 അതല്ല, അവർ വല്ല കുതന്ത്രവും ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്കിൽ ആ സത്യനിഷേധികൾ തന്നെയാണ് പരാജയപ്പെടുത്തുന്നവർ.
അതല്ല അള്ളാഹു ഒഴികെ അവർക്ക് വല്ല ഇലാഹുമുണ്ടോ? അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്ര പരിശുദ്ധൻ. 44 ആകാശത്തിൽ നിന്ന് ഒരു കഷണം വീഴുന്നതായി കണ്ടാലും അവർ പറയും ഇത് അട്ടിയാക്കപ്പെട്ട മേഘമാണ് എന്ന്. അപ്പോൾ മുഹമ്മദ് ഈ പറയുന്ന ലൊട്ടിലൊടുക്ക് തെളിവുകളൊന്നും മക്കക്കാർ സ്വീകരിക്കാത്തതിലുള്ള അരിശം കൊണ്ട് മുഹമ്മദ് പറയുന്ന മണ്ടത്തരാണിത്. ആകാശത്തിൻ്റെ പൊട്ടും പൊടി അവിടെ നിന്ന് വീണാൽ പോലും പോലെ അത് മഴക്കാറാണെന്ന് പറഞ്ഞു കളയുന്നതാണ്. ആകാശം പൊട്ടിച്ച് താഴെക്കൂടെ തലയിൽ കൂടെ വീഴ്ത്തുന്നൊക്കെ മുഹമ്മദ് അവിടെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആകാശം പൊട്ടി വീണാലും ഒരു വിശ്വസിക്കൂല, അപ്പോഴും പോലെ അത് മഴക്കാറാണ് എന്ന് പറയും എന്നാണ് മുഹമ്മദ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ആകാശം എന്ന് പറയുന്ന മേൽക്കൂര, അവിടെ തൂണിന്മേൽ പൊന്തിച്ച് വെച്ചിട്ടുള്ള മേൽക്കൂര, ആ മേൽക്കൂര അങ്ങനെ പൊട്ടിപ്പളർന്ന് താഴേക്ക് വീഴും, ഭൂമിയിലേക്ക് വീഴും എന്നൊക്കെയാണ് മുഹമ്മദ് വിചാരിച്ചിരുന്നത്. മുഹമ്മദിൻ്റെ അള്ളാഹുവും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മേൽക്കൂര റൂഫ് പൊട്ടിയിട്ട് കോൺക്രീറ്റിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണമോ തലയ്ക്ക് വീഴുന്നത് പോലെ ഈ ആകാശം എന്ന് പറയുന്ന മേൽക്കൂര പൊട്ടി താഴേക്ക് വീഴും എന്നൊക്കെ മണ്ടത്തരം പറയുന്നത്. ആകയാൽ അവർ മരണമടയുന്ന ആ ദിവസത്തെ കണ്ടുമുട്ടുന്നതുവരെ താങ്കൾ അവരെ വിട്ടേക്കുക. ഈ കലിപ്പെല്ലാം പറഞ്ഞ് ഈ ശകാരമെല്ലാം വിളമ്പിയിട്ട് അവരെ തൽക്കാലം അങ്ങോട്ട് വിട്ടോളോ, നമുക്ക് കാത്തിരുന്ന് കാണാമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലുണ്ടായിരുന്ന പ്രതികാര ചിന്തകളെ മറച്ചു വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് മുഹമ്മദ്. അതായത് അവരുടെ കുതന്ത്രമൊന്നും അവർക്ക് ഒട്ടും പ്രയോജനപ്പെടാത്ത, അവർ സഹായിക്കപ്പെടാത്ത ആ ദിവസം നിശ്ചയമായും അക്രമം പ്രവർത്തിച്ചവർക്ക് അതല്ലാത്ത ശിക്ഷയുമുണ്ട്. പക്ഷേ അവരിൽ അധികം ആളുകളും അറിയുന്നില്ല. താങ്കളുടെ രക്ഷിതാവിൻ്റെ വിധി ഉണ്ടാകുന്നതുവരെ താങ്കൾ ക്ഷമിക്കുക, താങ്കളെ നാം കാത്തുരക്ഷിക്കുക തന്നെ ചെയ്യും. എഴുന്നേൽക്കുന്ന സമയത്ത് താങ്കളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്യുക. ഇവിടെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞത് ഉറക്കം എണീക്കുമ്പോഴാണോ അതോ ഇരുന്നോടത്ത് എണീക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. രാത്രിയിൽ നിന്നും അല്പസമയവും നക്ഷത്രങ്ങൾ അസ്തമിക്കുമ്പോഴും അവന് തസ്ബീഹ് നടത്തുക. ഇങ്ങനെയാണ്, നീ ക്ഷമിക്കുക, നീ തൽക്കാലം അവരെ വെറുതെ വിട്ടേക്കുക, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ പ്രാർത്ഥിച്ചോ, എന്നെങ്ങനെ മുഖസ്തുതി പറഞ്ഞോ, എന്നെങ്ങനെ തസ്ബീഹ് ചെയ്തോ, എന്നോട് ഇങ്ങനെ നിസ്കരിച്ചോ, രാത്രി ഉറക്കം വെച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞോ, എന്നെങ്ങനെ പുകഴ്ത്തിക്കോ എന്നൊക്കെയാണ് ഇപ്പോൾ അള്ളാഹു തൻ്റെ ദൂതനോട് കൽപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നെ രക്ഷിച്ചോളാം, നീ ക്ഷമിച്ചാളെ തൽക്കാലം, ഒരു കാത്തിരിക്കട്ടെ, നമുക്കും കാത്തിരിക്കാം, ഒരിക്കൽ നമുക്ക് നാളെ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് മുഹമ്മദ് മക്കയിൽ നിന്ന് പോകാനൊരുങ്ങുകയാണ്. ഈ ഭീഷണിപ്പെടുത്തുന്ന ശകാരവർഷം ചൊരിയുന്ന കുറേ അധ്യായങ്ങൾ ഇനിയും മക്കയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ചയായിട്ട് തുടരാം.